ാകുന്നതായ ക്രിമിനൽ സ്വഭാവമുള്ള നരകത്തിൽ പോകാനുള്ള കുറ്റവാളി എപ്പോഴാണ് കുറ്റവാളിയാകുന്നത്? ഉമ്മായ കൊല്ലുമ്പോൾ മാത്രമല്ല കേട്ടോ, കള്ള് കുടിക്കുമ്പോഴും കുറ്റവാളിയാകും, വ്യഭിചരിക്കുമ്പോഴാകും, ചീട്ട് കളിക്കുമ്പം കുറ്റവാളിയാകും, തോന്നിയാസം പറയുമ്പോഴും കുറ്റവാളിയാകും, പരദൂഷണം ഏഷണയൊക്കെ പറഞ്ഞാലും കുറ്റവാളി തന്നെയാണ്. നീ ഇതൊന്നും പറയുന്നില്ല. ഒരാളിൻ്റെ നാവിൽ എപ്പോഴും കളവേ വരൂ, അവൻ കുറ്റവാളിയാണ്. ഒരാളുടെ നാവിൽ എപ്പോഴും തമാശയ്ക്കാണെങ്കിലും കളവ് വന്നാലും അവൻ കുറ്റവാളിയാണ്. ഈ കുറ്റപത്രം എഴുതി വച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വിശുദ്ധ റമദാൻ ശരീഫ് നമുക്ക് തന്നിട്ട് അള്ളാഹു ഉദ്ദേശിച്ച് യവന്മാരെയൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി സ്വർഗത്തിൽ കയറ്റിയാലെന്താ? ഞാൻ എന്തായാലും അവനൊക്കെ ജീവൻ കൊടുത്ത് രക്തവും മാംസവും എല്ലാം കൊടുത്ത് ഭക്ഷണവും പാനീയവും എല്ലാം കൊടുത്തില്ലേ? എൻ്റെ അടിമയെ ഞാൻ എങ്ങനെ നരകത്തിലിട്ട് കരിക്കും? അതാണല്ലോ അള്ളാഹുവിൻ്റെ ഔദാര്യം. ഇന്നകാഫുവൻ തൊഹിബല്ലഫുവ ഫയഫുവന്നി യാ കരീം യാ കരീം യാ കരീം. കേൾക്കും തോറും അള്ളാഹുവിന് ഇഷ്ടം കൂടും ഈ വർത്തമാനം പറയുന്ന ആളിനോട്. അപ്പോൾ അള്ളാഹു സംവിധാനം ചെയ്ത പൊതുമാപ്പാണ് വിശുദ്ധ റമദാൻ. അതിൻ്റെ ആദ്യ 10 ഘട്ടം നമുക്ക് തന്നിരിക്കുന്നത് റഹിമത്താൻ. കേണപേക്ഷിച്ചിട്ട് നാഥനായ റബ്ബിൽ നിന്നും അംഗീകാരം നേടാൻ വേണ്ടി 10 രാവും പകലും തന്നു. എത്രയോ പേർക്ക് റഹിമത്ത് കിട്ടി. മഹാകുറ്റവാളികൾക്കൊക്കെ അത് കിട്ടിയില്ലേ? അവരൊക്കെ രക്ഷപ്പെട്ടു. എത്ര പേർക്ക് കിട്ടിയില്ല? റഹിമത്ത് തടയപ്പെട്ട എത്ര നോമ്പുകാരുണ്ട്? നോമ്പില്ലാത്തവരെ പറ്റിയല്ല ഈ പറയുന്നത്. നോമ്പ് പിടിച്ച ആൾക്കാർക്ക് ഹതഭാഗ്യർ എന്ന് ഭാഗ്യം വന്നിട്ടും തൊട്ടിട്ടും അവർക്കങ്ങ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഹതഭാഗ്യർ. എന്തുകൊണ്ടാണ് ഈ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയത്? ഈ റഹിമത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? ഞല്ലക്കന്തത്തക്കൂൻ, തിന്നുക കുടിക്കുക, ഈ ഒരു അജണ്ടയാണ് നോമ്പിനുള്ളതെങ്കിൽ അതിലൊരു മണ്ണാങ്കട്ടയുമില്ല. മല്ലം യത് കൗല സൂരി വൽ അമലബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുത്തൻ വെള്ളം കുടിച്ചില്ല, അവൻ ഭക്ഷണവും കഴിച്ചില്ല, പാവം വിശന്ന് നടന്നു, ഒപ്പം അവൻ്റെ നാവ് വൃത്തിയില്ല. പഴയ പണി ഇപ്പോഴും ഉണ്ട്. ചിരിക്കുക, ചിരിപ്പിക്കുക, വെടി പൊട്ടിക്കുക, തമാശ പറയുക, തമ്മിൽ കലഹമുണ്ടാക്കുക, നുണപ്രചരണം നടത്തുക, ഏഷണി പറയുക, ഭീഷണിപ്പെടുത്തുക. ഒരു നോമ്പുകാരനെ പറ്റി പറയാ. നോമ്പില്ലാത്തവനോടെ നിൽക്കട്ടെ, അവൻ രണ്ട് പാട്ടിന് പോട്ട്. നോമ്പുള്ളവൻ്റെ ജോലി എന്താണ്? അല്ലാഹു തആല ഈ റയ്യാനും ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നോമ്പുകാർക്ക് കൊടുക്കട്ടെ. അതിൻ്റേതായ ഒരു സംഭവം പറയാൻ വേണ്ടിയാണ്. സൂക്ഷ്മതയില്ലാതെ നോമ്പ് പിടിച്ചാൽ ആ നോമ്പ് നമുക്ക് പ്രതികൂലമായിട്ട് വരും. ലഅല്ലക്കും തത്തഖൂൻ. ഒരു റമദാനിൻ്റെ 30 29 ദിവസം കഴിയുമ്പോൾ ആ നോമ്പ് പിടിച്ച ആണായാലും പെണ്ണായാലും സൽസ്വഭാവിയായി തീരണം എന്നുള്ളത് വിശുദ്ധ റമദാനിൻ്റെ റിസൾട്ടാണ്. അല്ലേ? എത്ര പേര് തമാശയ്ക്ക് നോമ്പ് പിടിക്കുന്നുണ്ട്? റമദാൻ പ്രമാണിച്ചൊരു പുതിയ നിസ്കാരം കഴിയുമ്പോൾ പഴയ പണി, വീണ്ടും പഴയ മമ്മൂഞ്ഞ്, പിന്നെ അടുത്ത റമദാന് പുതിയ മമ്മൂഞ്ഞ്. ഏടാ പൊന്നു മമ്മൂഞ്ഞെ, നിനക്ക് റയ്യാനൊന്നും ഇല്ല, നിന്നെക്കാത്ത അവിടെ മലക്കുകളൊന്നും കാത്തിരിക്കുന്നില്ല. നീ പഴയ പണി താരിക്ക് സ്വലാത്ത്, 11 മാസം പള്ളി കയറൂല, നികരിക്കൂല, മൂത്രം ഒഴിച്ചാൽ പോലും കഴിവൂല.
അങ്ങനെ എത്ര താരിഖ് സലാത്തുണ്ട്? യവൻ പിന്നെ നോമ്പ് പിടിക്കും 12-ാമത്തെ മാസം. എന്തിനു വേണ്ടി ഈ നോമ്പ്? അവൻ എന്ത് ഫായിദ ചെയ്യും? ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിനക്ക് ആത്മസംസ്കരണം നൽകണം, ആത്മാവിനെ ശുചിത്വമുള്ളതാക്കി തീർക്കണം, ആത്മീയമായി കൂടുതൽ നിന്നെ സംസ്കരിച്ചെടുക്കണം. അത് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിനെ തസ്കിയത്ത് ചെയ്ത് പരിശുദ്ധമാക്കി ക്ലാരിറ്റി ഉള്ളതാക്കി. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് ഖുർആൻ പറഞ്ഞ സലാമത്തായ ഹൃദയം അൻഖിലാഖിൽ ദമീമത്തിൽ ഖബീഹത്തിൽ ഫാഹിഷ, ഒരു വൃത്തികെട്ട ഒരു ചിന്തയും അവൻ്റെ ഹൃദയത്തിലില്ല. ഒരട്ടിമറിയില്ല, ഒരാളെ ആക്രമിക്കണമെന്നില്ല, ഒരാളെ വഞ്ചിക്കണമെന്നില്ല, ഒന്നുമില്ല. സാഫായിരിക്കുന്ന കൽബ്, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം, മൻദറായിരിക്കുന്ന ആ ഹൃദയം, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം, അതിൻ്റെ ക്ലാരിറ്റി. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അവൻ്റേതായ മുസ്തഹിസനത്തായിരിക്കുന്ന മെഹ്മൂദത്തായിരിക്കുന്ന വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും കേൾവി കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും അവൻ്റെ ഹൃദയം കണ്ണാടി തുല്യമായിട്ട് മാറിയപ്പോഴാണ് അല്ലാഹു തആല അവൻ്റെ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ഉത്തമ അടിമകളിൽ നിന്നും മഹത്തുക്കളെ അല്ലാഹു പ്രമോഷൻ കൊടുത്തു. അവരെയൊക്കെ ഔലിയാക്കന്മാരാക്കി. അല്ലാഹു വിലായത്ത് കൊടുത്തില്ലേ, അവരെയൊക്കെ സ്വാലിഹീങ്ങളാക്കി. അതുകൊണ്ട് ഏതൊരു ഇബാദത്ത് ചെയ്താലും ഹൃദയസ്പർശിയായിരിക്കണം, ഹൃദയത്തിന് മാറ്റങ്ങൾ വരണം. ലഅല്ലക്കും തത്തഖൂൻ. ഈ ഡ്യൂപ്ലിക്കേറ്റ് മമൂഞ്ഞിനെ പോലെ നോമ്പ് പിടിച്ചാൽ ഒന്നും കിട്ടൂല. മുത്ത് ഹബീബ് പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. അവൻ ഉപേക്ഷിക്കുന്നില്ലേ? സമയം കൊല്ലി നോമ്പുണ്ട്. സിനിമയുടെയും ചാനലിൻ്റെയും മുമ്പിൽ ഉറക്കം തൂങ്ങി അരവരാതി നോമ്പുണ്ട്, വായി നോക്കി നോമ്പുണ്ട്. ഇതിനൊന്നും കിട്ടൂല. വൈകിട്ട് നോമ്പ് മുറിക്കുമ്പം ചപ്പാട് കിട്ടും, ഇളയത്താഴവും കഴിക്കാം എന്നല്ലാതെ. ആത്മാവിനെ സംസ്കരിച്ചെടുക്കണം, റൂഹിനെ പരിവർത്തന വിധേയമാക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ ശരീരത്തിനോട്, നിങ്ങളുടെ ശരീരത്തിനോടും. ഇന്ന് മഗ്‌രിബാകുമ്പം ചിത്രം മാറും കേട്ടോ. 2 പരീക്ഷ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, മറക്കല്ലേ. ഒന്ന് റഹ്മത്തിൻ്റെ പരീക്ഷ, 100ക്ക് 100 ഫുൾ A+ കിട്ടിയവർക്ക് കൊള്ളാം. മാർക്ക് നമുക്ക് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സൗജന്യം കൊണ്ട് മാർക്ക് തികച്ച് തെരുമാറാകട്ടെ, ആമീൻ. 2ാമത്തെ പരീക്ഷ തീരാൻ ഇനി മിനിറ്റുകളെയുള്ളൂ. മഗ്ഫിറത്ത്. 10 രാവും പകലും അല്ലാഹു തആല തന്നില്ലേ പാപം പൊറുത്തു തരാമെന്ന്. പാപം അല്ലാഹു തആല പൊറുത്തു കൊടുത്തു. ഹിമാലയ പർവ്വതം പോലെ പാപം ചെയ്തവൻ്റെയും പാപം അല്ല പുറത്തു കൊടുത്തിട്ട് ആ എഴുതി വച്ചിരിക്കുന്ന FIR എന്ന് പറയുന്ന കുറ്റപത്രമുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് അലൈഹിസ്സലാം. അന്നര എഴുതി വയ്ക്കുന്നതാ. അത് നന്മ എഴുതുന്നത് റഖീബ് അലൈഹിസ്സലാമാണ്, തിന്മ എഴുതുന്ന മൊത്തം അതീദ് അലൈഹിസ്സലാം. എഴുത്തുകാരനായ പോലീസുകാരനാണ്. അതീദ് അലൈഹിസ്സലാം എഴുതി വെച്ചിട്ടുണ്ട്, തിന്മകൾ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആഖിറത്തിൽ ഹാജരാക്കപ്പെടുന്ന കുറ്റപത്രമാണ്. ഇഖ്റ കിതാബക. അത് കയ്യിൽ തന്നിട്ട് അല്ലാഹു പറയും, വായിക്കടാ, ഞാനാണ് ഇവിടുത്തെ ചക്രവർത്തിയും സർവസ്വവും ഞാനാണ്, നീ എൻ്റെ അടിമയായിട്ട് ജീവിച്ചവനാണ്. നിന്റെ കുറ്റപത്രം വായിക്കാൻ പറയുന്നൊരു രംഗം ആഖിറത്തിൽ വരാനുണ്ട്. പക്ഷേ കരുണാവാരിധിയായ കാരുണ്യവാനായ ഔദാര്യവാനായ ബഹർ പോലെ കിടക്കുന്ന ഔദാര്യത്തിൻ്റെ ഉടമയായ റബ്ബ് സുബ്ഹാനഹു വ തആല
വിശുദ്ധ റമദാനു ശരീഫിൽ എനിക്കൊന്ന് നന്നാവണം റബ്ബേ, ഇനി ഞാൻ ഒരിക്കലും വ്യഭിചാരിയല്ല. എനിക്കൊന്ന് നന്നാവണം റബ്ബേ, ഇനി ഞാൻ ഒരിക്കലും താരിഖ് സ്വലാത്തല്ല. എനിക്കൊന്ന് നന്നാവണം റബ്ബേ, ഇനി ഞാൻ നോണ പറയുകയില്ല, കൂട്ടിപ്പിടിപ്പിക്കുകയില്ല, തമ്മിലടിപ്പിക്കുകയില്ല, ഗ്രൂപ്പ് ഉണ്ടാക്കുകയില്ല, കുടുംബ ബന്ധം തകർക്കുകയില്ല എന്ന് പറഞ്ഞ് തായിബായിട്ട് റബ്ബിലേക്ക് സമർപ്പിച്ച് നോമ്പ് പിടിക്കുന്ന നോമ്പുകാരനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നുപോയി. അവൻ്റെ കുറ്റപത്രം റദ്ദ് ചെയ്യുന്ന കൽപ്പന, കേസ് മുഴുവനും പിൻവലിച്ചു. അതിൻ്റെ പേരാണ് മഗ്ഫിറത്ത്. നന്നാവണം, നന്നാവുമ്പോഴേ അത് കിട്ടുകയുള്ളൂ. ആ നന്നായ ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ആക്കുമാറാകട്ടെ. ഇനിയും നന്നായില്ലെങ്കിൽ ശേഷിക്കുന്ന രാവും പകലൊക്കെ നമ്മൾ നന്നാവാൻ വേണ്ടി പരിശ്രമിച്ച് അള്ളാഹുവിലേക്ക് ആത്മാവിനെ വിട്ടുകൊടുക്കുക. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റഹ്മത്തും മഗ്ഫിറത്തും കൂട്ടിവെച്ചിട്ട് അള്ളാഹു തആല ഇതാ പ്രമോഷൻ കൊടുക്കുന്നു. നരകത്തിൻ്റെ ആളെ അതിൽ നിന്നും മോചിപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് ആ ആളിനെ കടത്താൻ ഇന്ന് മഗ്രിബാവുമ്പം സമയമാവും. അത് നീണ്ടി നിൽക്കുന്ന 10 രാവും പകലും റബ്ബിൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടേതായ നോമ്പനുഷ്ഠാനത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാകപ്പിഴകളുണ്ട്. അതെല്ലാം നീ സദയം പുറത്ത് മാപ്പ് ചെയ്ത് തരണേ അല്ലാഹ്.